എത്ര നിർബന്ധിച്ചിട്ടും ഒന്നും കഴിക്കുന്നില്ല ചേച്ചി. ഒന്നും വേണ്ടാന്ന് കിടന്ന് കരയ. ചാർലി, എനിക്ക് പേടിയായി തുടങ്ങിയിരിക്കുന്നു. ഒരിക്കൽ ചേച്ചിയെ ഒരുപാട് ഉപദേശിച്ചവളാ ഞാൻ ഈ ബന്ധത്തെക്കുറിച്ച്. ഇനിയിപ്പോ നമ്മുടെ കാര്യത്തിലും ഇത് തന്നെ ആവില്ലേ സ്ഥിതി? എന്താ ഉണ്ടാവുക? മാനസിക എന്താ തോന്നുന്നത്? എനിക്കറിയില്ല. എനിക്കിപ്പോ ഒന്നും അറിയില്ല. ഈ സനുചേച്ചിയുടെയും വിജയന്റെയും കാര്യത്തിലും എന്താ ഉണ്ടാവുകയെന്ന് എനിക്കറിയില്ല. എനിക്കറിയാം എന്താ ഉണ്ടാകുക. അവിടെ മാത്രം മകളല്ലല്ലോ സംഗീത. എത്ര കൊമ്പത്തുള്ള ബന്ധമാണെങ്കിലും എന്റെ മോക്ക് അത് ഇഷ്ടമല്ലെങ്കിൽ ഈ കല്യാണം നടക്കില്ല. നടക്കരുത്. ഒക്കെ നിശ്ചയിച്ചുറപ്പിച്ച മട്ട വെട്ടിക്കൊല്ലാനാ സുഭദ്രാമ നിൽക്കണേ. സമ്മതിക്കേണ്ടി വരും സംഗീതയ്ക്ക്. ഇല്ല, സമ്മതിക്കേണ്ടി വരില്ല. ചാർലി, നീ പറ ആ കുട്ടികളോട് ഇങ്ങോട്ട് ഇറങ്ങി പോരാൻ. ഞാൻ നോക്കുവരെ, ഞാൻ കൊടുക്കുവർക്ക്. അതാ നിന്റെ ജോലി. മനസ്സിലായോ? ചോദിക്കാറില്ലേ എന്താ എന്റെ ജോലി, എന്താ എന്റെ ജോലി എന്ന്? ഇതാണ്. അടച്ചു പൂട്ടിയിട്ടുണ്ടാവും സുഭദ്ര അവളെയും ഓപ്പ അവനെയും. അവരെ ഇറക്കിവിടെ എന്റെ അടുത്തേക്ക്. എന്താ ചെയ്യണ്ടെന്ന് എനിക്കൊരു രൂപവുമില്ല. അവളുടെ അച്ഛനാ പറയുന്നത്. ഈ ഞാൻ നിന്നെ അങ്ങോട്ട് അയച്ചതിനാണെന്ന് വെച്ചു. അവിടെ നിൽക്ക്. ഒരു കാര്യം പറയാനുണ്ട് നിന്നോട്. വാ. ഇത്രയും കാലം കൂടെ നിന്നിട്ട് ഇത്രയൊക്കെ ആക്കിയിട്ട് എന്നെ ചതിക്കാ ഇപ്പോ? അമ്മേ, ഞാൻ എനിക്കറിയാം സത്യ, അവളെ പോലെ നീ ആവില്ലെന്ന്. ദൈവമാണ് എനിക്കിപ്പോ നിന്നെ കൊണ്ടുവന്ന് തന്നത്. ആൺമക്കളില്ല എനിക്ക്. ഉള്ളത് 2 പെൺകുട്ടികളും. അവരുടെയൊക്കെ കാര്യങ്ങൾ നോക്കേണ്ട ആള് അവരുടെ അച്ഛൻ ഒക്കെ ഉപേക്ഷിച്ച് എന്നെ ഇറങ്ങിപ്പോയി. നല്ലൊരു ബന്ധമാണ് ഞാൻ സംഗീതയ്ക്ക് കൊണ്ടുവന്നത്. നമ്മുടെയൊക്കെ നിലയ്ക്കും വിലയ്ക്കും ഒത്ത ബന്ധം. വാക്കു കൊടുത്തുപോയി ഞാൻ അവർക്ക്. ഇപ്പൊ ഇവളിങ്ങനെ ഇടം തിരിഞ്ഞു നിന്നാൽ എങ്ങനെയാ ഞാൻ അവരുടെ മുഖത്ത് നോക്കുക? ഇല്ലാത്ത എന്റെ മകന്റെ സ്ഥാനമാ ഞാൻ നിനക്ക് തന്നിട്ടുള്ളത്. നീ പറയണം അവളോട്. അവളുടെ സഹോദരന്റെ സ്ഥാനത്ത് നിന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. നീ പറഞ്ഞ അവൾ അനുസരിക്കും. ഒരമ്മയുടെ അപേക്ഷയാ. പറയില്ലേ നീ? എനിക്ക് വേണ്ടി അവളോട് സംസാരിക്കില്ലേ നീ? എന്താ അമ്മയോട് പറയാന്ന് എനിക്കറിയില്ല. ചെകുത്താന്റെ കടലിൽ നടക്കാൻ ഞാനിപ്പോ. ആരാ ചെകുത്താൻ, ആരാ കടല്? അച്ഛൻ ചെകുത്താൻ, അമ്മ കടലല്ലേ? അല്ലെങ്കിൽ അമ്മ ചെകുത്താൻ, അച്ഛൻ കടല്? ഇതിനിടയിൽ സ്നേഹിക്കുന്ന 2 മനസ്സുകളുള്ളത് ചാർലി മറന്നോ? സനുചേച്ചിയും വിജയും ഒരുമിച്ച് ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരുമിച്ച് മരിക്കുമെന്നെങ്കിലും ചാർലിക്ക് മനസ്സിലായിട്ടില്ലേ ഇതുവരെ? അവരുടെ കൂടെ ചാർലി നമ്മൾ നിൽക്കേണ്ടത്. ഒന്നും അല്ലെങ്കിലും സനുചേച്ചി പോകുന്നത് സ്വന്തം അച്ഛന്റെ അടുത്തേക്കല്ലേ? ഇത്രയും കാലം ഞങ്ങൾക്ക് നിഷേധിക്കപ്പെട്ടിരുന്ന അച്ഛന്റെ സ്നേഹം ഇനി മുതൽ സനുചേച്ചിക്ക് കിട്ടുമായിരിക്കും. ഇപ്പൊ നമ്മൾ അവരെ സഹായിച്ചില്ലെങ്കിൽ നമ്മുടെ കാര്യം വരുമ്പോ ആരും നമ്മളെ സഹായിക്കാനുണ്ടാവില്ല. ഉണ്ടാവും, എല്ലാവരും ഉണ്ടാവും. ഒരു ലോകം മുഴുവൻ. നിന്റെ വീടിന്റെ മതിൽക്കെട്ടിനപ്പുറത്ത് വിശാലമായൊരു ലോകം ഉണ്ടടി കുട്ടിക്കുതിരെ. വേഗം വാ ചേച്ചി, വാ. മനസ്സി, രാവിലെ എല്ലാവരും ഇതറിയും. എന്നോടും ചോദിക്കും നിന്റെ അമ്മ. എന്തു പറയും ഞാൻ? ഗൂഢാലോചനയായിരുന്നു. എല്ലാരും കൂടെ എനിക്കെതിരായി നടത്തുന്ന ഗൂഢാലോചന. എന്റെ മ്യൂസിക്കൽ പ്രോഗ്രാം നശിപ്പിക്കാൻ, എന്നെ തോൽപ്പിക്കാൻ. ആരും നന്നാവുന്നത് കണ്ടുകൂടല്ലേ നിങ്ങൾക്കൊന്നും? മിണ്ടരുത്, ഒരക്ഷരം മിണ്ടിപ്പോരുത്. നാണമില്ല ലോപ്പയ്ക്ക്. ഇവിടെ എന്റെ കൂടെ നിന്നിട്ട് സ്വന്തം മകന്റെ കാര്യം വന്നപ്പോ എനിക്കെതിരെ തിരിഞ്ഞു നിങ്ങള്. അവന്റെ കയ്യും കാലും ഒടിച്ചിടാൻ വയ്യായിരുന്നു ഓപ്പയ്ക്ക്. കുറെ നേരമായില്ലേ കടന്നു തുള്ളുന്നു.
ഞങ്ങളുടെ മകനെ കുറിച്ച് മാത്രമേ നിങ്ങൾക്ക് പറയാനുള്ളൂ. കയറുപൊട്ടി ചോടിതേ നിങ്ങളുടെ മകളും കൂടിയാ. അംബികെ, നീ ഒന്നും മിണ്ടായിരിക്കേ. മിണ്ടാതിരിക്കണം, ഇനി മിണ്ടാതിരിക്കണം അല്ലേ? ഈ സ്ത്രീയുടെ ഏട്ടനല്ലേ നിങ്ങള്? ആ സ്ഥാനം പോലും തന്നിട്ടില്ലേ നിങ്ങൾക്ക്? എപ്പോ നോക്കിയാൽ ആട്ടം തുപ്പല്ലേ? എത്രയെന്ന് വെച്ച സഹിക്കാൻ വയ്യാത്തവർ ഇറങ്ങി പൊക്കോണം ഈ വീട്ടിൽ നിന്ന്. എനിക്കെതിരെ നിൽക്കുന്നവരെ പറയുന്നവരെ കാണണ്ട. എനിക്ക് എല്ലാവരോടോ പറയുന്നത് കേൾക്കുന്നുണ്ടോ? നശിക്കട്ടെ, എല്ലാം നശിക്കട്ടെ, എല്ലാം പറഞ്ഞു പോട്ടെ. നിന്നോട് ഞാൻ അപേക്ഷിച്ചതല്ലേ സത്യ? അവളെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് കരഞ്ഞു പറഞ്ഞതല്ലേ? നീയും എന്നെ കൈയൊഴിഞ്ഞല്ലോ മോനെ. വരൂ. നിന്റെ കാര്യം ആലോചിച്ച് പേടിച്ചിരിക്കുകയായിരുന്നു ഞാൻ. ഭാഗ്യത്തിനാ നിങ്ങൾക്കിങ്ങനെ തോന്നിയത്. മോളെന്തിനാ കരയുന്നേ? നല്ലൊരു ദിവസമായിട്ട്. ചെയ്തത് തെറ്റാണെന്ന് ഓർക്കുമ്പോ. തെറ്റോ? സ്നേഹിച്ചതോ? മകളെ മനസ്സിലാക്കാൻ കഴിയാത്ത അമ്മ. മകളെ എന്നല്ല ആരെയും മനസ്സിലാക്കാൻ അവൾക്ക് കഴിയില്ല. അറിയോ, ഒരു ചെറിയ കാര്യത്തിനാ അവൾ എന്നെ തള്ളി പറഞ്ഞത്. അവളുടെ ഒരു കൺസെപ്റ്റിനെ പറ്റി എന്റെ പത്രത്തിൽ വിമർശിച്ചേന്. ഏത് തുള്ളലും നൃത്തമാവുമെന്ന് അവള് കരുതി നടന്ന കാലം. കോട്ട സാരമില്ല, എനിക്ക് എന്റെ മോളെ കിട്ടിയില്ല. എന്നെ പറ്റി ഒരുപാട് കുറ്റങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും അവള്. സ്വന്തം കാര്യം കാണാൻ എന്ത് നുണയും പറയാൻ മടിക്കാത്തവളാ നിന്റെ അമ്മ. മോള് വിഷമിക്കണ്ട, അച്ഛനില്ലേ നിങ്ങളുടെ കൂടെ? ഇനി സുഭദ്ര വരും. അവിടെ മില്ലേനിയം പ്രോഗ്രാം ഇല്ലേ, ജീവിതാഭിലാഷം. നിങ്ങൾ രണ്ടുപേരും ഇല്ലെങ്കിൽ അത് അവൾ എങ്ങനെ നടത്തുന്നത്? വരും. അവക്കവിടെ പ്രോഗ്രാമാണ് വലുത്. നിങ്ങളെ കാല് പിടിക്കാനുള്ള വരും. വന്നില്ലെങ്കിൽ വരുത്തും. വിജയത്തിന്റെ ആദ്യ പടി ചവിട്ടിട്ടേ ഉള്ളു ഞാൻ. അവള് വരട്ടെ. ലോകം മുഴുവൻ കാൽ കീഴിലാക്കി നടക്കുന്ന സംഗീത ചക്രവർത്തിനി. എന്തായി അടിയോടി? കുട്ടികൾ വരില്ല. സംഗീതയും വിജയം വരില്ല. സുഭദ്രാമ്മ അവിടെ ചെന്ന് സമസ്താപരാധം പറയട്ടെ എന്ന അങ്ങേരുടെ നിലപാട്. ഞാൻ കെഞ്ചി നോക്കി. എന്നെ തോൽപ്പിക്കാൻ അല്ല, എന്റെ സംഗീതത്തെ തോൽപ്പിക്കാൻ. എന്തൊക്കെയായാലും എനിക്ക് ഞാനാവാതിരിക്കാൻ സാധിക്കില്ലല്ലോ. താളവും ചൂടുമേ ആ കുട്ടികളിലുള്ളൂ. അതിന്റെ സംഗീതവും നൃത്തവും ഞാനും മാനസയും കൂടി ഉണ്ടാക്കിയതാ. ഞങ്ങളില്ലാതെ അതവർക്ക് ഒരിക്കലും കിട്ടില്ല. സ്വരസ്ഥാനം ഒന്ന് മാറ്റി ചൊല്ലിയാൽ പതറും അവര്. ഇപ്പൊ ഞാൻ അവിടെ ചെല്ലണം, അവിടെ ചെന്ന് മുട്ടുകുത്തണം? ഇല്ല. അങ്ങേർക്ക് വേണ്ടത് ഞാൻ വളർത്തിയെടുത്ത എന്റെ സംഗീതത്തെയാ. അവിടെ ചെന്ന് മുട്ടുകുത്താൻ പറയുന്നത് എന്നോടല്ല, സംഗീതത്തിന്റെ ദേവതയോടാ. അതുണ്ടാവില്ല, ഉറപ്പാ. മനസ്സ് സത്യ വരൂ. സാക്ഷാൽ ഈശ്വരൻ പറഞ്ഞാലും എന്നെ വിട്ടു പോവില്ല എന്ന് വീമ്പളയ്ക്ക് ഒരു മകളുണ്ടായിരുന്നു എനിക്ക്. നിനക്കും അറിയാലോ. എന്നെ തോൽപ്പിക്കാൻ ഇപ്പോ അച്ഛന്റെ പക്ഷത്ത് ചേർന്നിരിക്കുക അവള്. മോളെ, അമ്മയുടെ ഒരു അംബിഷനാ നമ്മുടെ പ്രോഗ്രാം. മൈ കോൺസെർട്ട്, മൈ പെർഫോമൻസ് എന്ന ആത്മവിശ്വാസത്തോടെ പറഞ്ഞതാ ഞാൻ. എന്റെ സംഗീതം ലോകം മുഴുവൻ കേൾക്കുന്ന മോഹിച്ചതാ. അത് നടക്കില്ല. എന്റെ ചേച്ചി വരില്ല മോളെ. അവനും ഇനി ഒരിക്കലും തോൽക്കില്ലെന്ന് ആശിച്ചതാ. വെറുതെ വെറുതെ. നിങ്ങൾ ചെയ്യുവോ അവർക്ക് പകരം? നീയല്ലേ പഠിപ്പിച്ചതവരെ? ചെയ്തുകൂടെ നിനക്ക്?
ചേച്ചി വരൂ അമ്മേ. ഞങ്ങൾ ചെന്ന് കാല് പിടിക്കാം. കെഞ്ചി പറഞ്ഞോളാം ഞങ്ങള്. വേണ്ട, ആരും പറഞ്ഞാലും കേക്കില്ല അവര്. അങ്ങനെ വിടില്ല അവരെ. ഇതുവരെ ഞാൻ ഉണ്ടാക്കിയ സർവ്വസംഗീതവും അവിടെ ചെന്ന് അടിയറവ് പറഞ്ഞാല് ആ മനുഷ്യന് തൃപ്തിയാവും. നിങ്ങൾ ചെയ്യില്ലേ ഈ അമ്മയ്ക്ക് വേണ്ടി?